ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഇവിടെയും കുഴപ്പമൊക്കെ ഇല്ല. എനിക്കൊരു ഇച്ചിരിയൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ല. വാട്സപ്പിലാണെങ്കിലും വിമല ഫ്രാൻസിസ് ചോദിക്കുമായിരുന്നു, ഞാൻ വിജിയുടെ ഒരു സബ്സ്ക്രൈബറാണ്, എന്നും ഉച്ചയ്ക്ക് വീഡിയോ ഞാൻ കാണും, എനിക്ക് നോട്ടിഫിക്കേഷൻ വരാത്തയാണോ അതോ വിജി വീഡിയോ ഇടുന്നില്ലയോ എന്തുവാ? ഞാൻ പറഞ്ഞു, അല്ല ബിജി വീഡിയോ ഇടുന്നില്ലയോ എന്ന് ചോദിച്ചില്ല, എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ 2 ദിവസം തിങ്കളാഴ്ച ഇട്ടതേ ഉള്ളൂ, 2 ദിവസം വീഡിയോ ഒന്നും ഇട്ടില്ല, ഇച്ചിരി അസൗകര്യം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ വാട്സപ്പിൽ ആൾക്കാർ ചോദിച്ചു. എൻ്റെ വീഡിയോ നോക്കിയിരുന്നിട്ട് ഇങ്ങനെ ചോദിച്ചതിന് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ സമയം, നിങ്ങൾ വിലപ്പെട്ട ഈ സമയം മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്നുണ്ടല്ലോ, അതൊക്കെ കേട്ടോണ്ടേ നമുക്കൊത്തിരി സന്തോഷം തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് നേരത്തെ മാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇച്ചിരി ക്യാരറ്റും സവാളയും ഇഞ്ചിയും ഇപ്പം ഇച്ചിരി മല്ലിയില എല്ലാം ഇട്ട് എല്ലാം കൂടിയിട്ടൊന്ന് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് മാവിൻ്റെ അതിട്ടില്ല, ഞാൻ നേരത്തെ ഉണ്ടാക്കത്തില്ലേ ഉണ്ണിയപ്പ ചട്ടിക്കകത്ത്, അതുപോലെ പഞ്ഞിയാരം പോലെ. അപ്പോൾ ഇച്ചിരി കറിവേപ്പില ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 പച്ചമുളക്, അധികം എരിവുള്ളതല്ല, 2 പച്ചമുളകും ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഇൻട്രോയിൽ ഞാനിന്ന് വരാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പം പറയാം. ഞാനന്ന് ബിരിയാണി ഉണ്ടാക്കിയില്ലേ, അപ്പം ഒരു കമൻറ്റ് വന്നായിരുന്നു, കണ്ടിട്ട് ഇച്ചിരി കുഴഞ്ഞിരിക്കുന്നത് പോലെ തോന്നിയെന്ന്. കുഴഞ്ഞിട്ടൊന്നുമില്ല, കാരണം അത് കളറും ഇത്തിരി ഉണ്ടെന്ന്. അത് ഉച്ചയ്ക്ക് എടുക്കണ്ടായിരുന്നു, ഞാനത് വെച്ചിട്ട് വൈകിട്ടാണ് ഞാനത് രാത്രിയിലാണ് ബാക്കി വീഡിയോ എടുത്തത്. ഉച്ചയ്ക്ക് ഇവർ ചപ്പാത്തിയൊക്കെ കഴിച്ച് ബിരിയാണി പിന്നെ രാത്രിയിലാണ് എടുത്തത്. അപ്പം ലൈറ്റിങ്ങിൻ്റെ ഒത്തിരി പ്രോബ്ലം ഉണ്ടായിരുന്നു രാത്രിയിലായപ്പം. അപ്പം യെല്ലോ കളറിലാണ് ബിരിയാണി ഇരിക്കുന്നത്, ചുമന്ന കളറിലല്ല. അതുപോലെ കുഴഞ്ഞിട്ടുമില്ല. ഞാനത് ഉരുളി തട്ടിയിട്ട് തണുത്തപ്പോൾ ഒരിത്തിരി ഇതായെന്നുള്ളൂ, അല്ലാതെ അലന്നലന്നിരിക്കുമായിരുന്നു അത്, അല്ലാതെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ കുഴഞ്ഞതായിട്ട് തോന്നിയോ? പക്ഷേ അടിപൊളിയായിരുന്നു. ഒരിച്ചിരി ഇവിടെ ഇവരെല്ലാം എരിവിച്ചിരി കൊണ്ടേലും കുഴപ്പമില്ല. ഇച്ചിരി സാധാ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അത് ഇത്തിരി സ്പൈസിയാണ്. അപ്പോൾ അത്രയും മസാലകളൊന്നും നിങ്ങൾ എടുക്കണ്ടേ. അപ്പോൾ ഞാൻ ആ മാവിൻ്റെ അകത്ത് അതെല്ലാം ഒന്ന് ഇട്ട് ഇളക്കി, ഒന്ന് ഇച്ചിരി ഉപ്പൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കിയിട്ട് ഇപ്പം നമ്മുടെ ചായ ഇവിടെ തിളച്ച്, ചായയും കൂടെ നിന്ന് ഇച്ചിരി നേരം കൂടെ ഒന്ന് കിടക്കട്ടെ. അപ്പോൾ ഇവിടെ പോൾമാനുണ്ടല്ലോ, ഈ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ട് ഓരോ റെസിപ്പി കണ്ടിട്ട് വന്ന് എന്നോട് പറയും, മമ്മി അതുണ്ടാക്ക് ഇതുണ്ടാക്കും. ഞാൻ പറയും, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും, പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഒരു റെസിപ്പി പറഞ്ഞായിരുന്നു, തൈരിൻ്റെ അകത്ത് കടുക് വറുത്ത് ചേർക്ക്, നല്ല അടിപൊളിയാണ് മമ്മി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ആണെങ്കിൽ ഇവരാണെങ്കിൽ കാച്ചിയ മോര് കുടിക്കും, പച്ച മോര് പോലും ചോറിൻ്റെ അകത്ത് കഴിക്കത്തില്ല. തൈരാണെങ്കിൽ ഒട്ടും ഉപയോഗിക്കത്തില്ല പക്ഷേ തൈരും മീൻകറിയും വിരുദ്ധാകാരമാണെന്ന് പറയുമെങ്കിലും എനിക്കതിഷ്ടം, തൈരും മീൻകറിയും കൂടെ കൂട്ടി കഴിക്കാൻ. ഞാനും അങ്ങനെ ഒത്തിരി തൈര് ഉപയോഗിക്കാറില്ല. എനിക്ക് തണുത്തത് എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്കും ത്രോട്ടിന് പ്രോബ്ലം വരും. ഞാനങ്ങനെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ട് എൻ്റെ ഒരു ബുദ്ധിക്ക് വേണ്ടി ഞാനിങ്ങനെ നമ്മുടെ പാലപ്പച്ചട്ടിക്കകത്ത് ഇച്ചിരി ഒഴിച്ചിട്ട് ഒന്നുണ്ടാക്കാൻ നോക്കി. പക്ഷേ ചിലത് നല്ല സോഫ്റ്റായിട്ട് വന്നു, ചിലത് അങ്ങോട്ട് സോഫ്റ്റായിട്ട് വന്നില്ല. ഞാൻ ചിന്തിച്ച് ഇങ്ങനെ ഇതിലുണ്ടാക്കുമ്പോൾ നല്ല ഇല്ലേ അപ്പം പോലെ വരുമെന്ന്. പക്ഷേ ഇതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് സോഫ്റ്റായിട്ടാണ് കിട്ടുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിൽ. പക്ഷേ പാലപ്പച്ചട്ടിയിൽ ചിലത് ഇത്തിരി ഇനി തീയുടെ ഇതിൽ വന്നതാണോ എന്തോന്നറിയത്തില്ല. അപ്പം ഞാനിതെല്ലാം ഒന്ന് കോരിയെടുക്കട്ടെ. അപ്പം ചായ ഞാൻ റൈച്ചാനും ഡാഡിക്കും കൊടുത്തായിരുന്നു, ഞാൻ കുടിച്ചില്ല. അപ്പം ഞാനും ഇവിടെ നിന്ന് എടുക്കട്ടെ. വെച്ചു ആ ചൂട് അതിൻ്റെ മണ്ടേ പുളിയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് മീൻ കറിക്ക്. പുളി അന്നേരം നന്നായിട്ട് സെറ്റാവും. പിന്നെ കുടിക്കാൻ വെള്ളം വെച്ചു, പാത്രങ്ങളെല്ലാം കഴുകി ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ മീനെടുത്ത് വെള്ളത്തിയിട്ട് അതൊന്ന് വെട്ടിയെടുക്കണം. അപ്പോഴത്തേക്കിന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മീൻ്റെ ഐസ് പോകുമ്പോഴത്തേക്കിന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ. അപ്പം ചിന്തിച്ചെന്നാൽ തുണിയും കിടങ്ങ് വാഷിങ്ങിന് ഇട്ടിട്ട് പോയി അകത്ത് പോയിരുന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്ലീൻ ചെയ്യാമെന്ന്. അപ്പം തുണിയും കൂടെ അങ്ങ് ആയിക്കോളുമല്ലോ. ഇന്ന് അയലെടുത്ത് കറി വയ്ക്കാമെന്ന് വെച്ചു. പക്ഷേ മീൻ നല്ല ഫ്രഷായിരുന്നു കേട്ടോ. ഇപ്പം ഇതിൽ ഒരെണ്ണേ ഉള്ളു വലുത്, നല്ല നഷ്ടമില്ല. ഇപ്പം മീനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് പോകണം. ഇന്ന് രാവിലെ തൊട്ടേ ഇങ്ങനെ മഴയാണ്, എങ്ങനെ ഈ മഴയും പിടിച്ച് അണുമ്പിൽ പോവും.
നല്ല ചോര കളറിലെ ആ പപ്പാടയത്. നല്ല മുട്ട എടുത്തിരിക്കും. അവന് ചിക്കൻ ഇല്ലാത്തോണ്ട് ഫാസ്റ്റിംഗ് ഞാൻ നിന്ന്. അവൻ എത്ര നേരം ഫാസ്റ്റിംഗ് ഇരിക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. കറിവേപ്പില കഴുകി വെച്ചിട്ട് ഇച്ചിരി നേരമായി, അതാ ഇങ്ങനെ പൊട്ടിത്തെറിച്ചത്. ആ പ്രൈസിനോട് ഞാൻ എന്തെങ്കിലും ഇവിടെ ഉച്ചയ്ക്ക് കഴിക്കടാന്ന് പറഞ്ഞിട്ടുണ്ടേ. കഴിഞ്ഞ ദിവസം ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ ആ ചിക്കൻ അങ്ങ് തീർന്നു. ചിക്കൻ ഇവിടെ വാങ്ങിച്ചാൽ ഇവരാ കഴിച്ചത്. എനിക്കും അത്ര താല്പര്യമില്ല. റീച്ചാനും 1-2 പീസ് അല്ലാതെ അത്ര ഇഷ്ടം. ഡാഡി കഴിക്കും. അപ്പോൾ അവൻ അത് തീർന്നു. അപ്പം അവൻ തീർന്നെന്ന് പറയണ എൻ്റെ ഫാസ്റ്റിങ് എനിക്ക് വേണ്ടാന്ന്. അതാ ഞാൻ പറഞ്ഞു എത്ര നേരം നീ ഫാസ്റ്റിങ് ഇരിക്കുമെന്ന്. ഇപ്പോൾ ഈ അന്യായ വില കൊടുത്ത് ഈ മീൻ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് ചിക്കൻ വാങ്ങിക്കുന്നതാണ്. ഇവിടെ ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫുൾ കോഴിയായിട്ടല്ല വാങ്ങിക്കുന്നത്. അത് മട്ടൻ എന്നും പറഞ്ഞൊരു ഫുൾ കോഴിയായിട്ട് വരും. അത് കഴിഞ്ഞ് മട്ടൻ, പിന്നെ ബോൺലെസ്. അപ്പോൾ ആ മട്ടനായിട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൽ ഈ കഴുത്ത് വേണ്ട ഇടലെന്ന് പറഞ്ഞാലും നമ്മൾ നോക്കുന്നുണ്ട് ചെറിയ പീസാക്കി ഇവരതിൽ കഴുത്തിടുന്നുണ്ട്. ചിലപ്പം നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമുക്കത് വേണ്ട. കാരണം നമ്മൾ മറ്റേതിൻ്റെ പൈസ കൊടുത്തിട്ടല്ലേ വാങ്ങിക്കുന്നത്. സാധാ കോഴി വാങ്ങിക്കുവാണെങ്കിൽ ഉള്ളതിനേക്കാൾ 100 രൂപ കൂടുതലാണ് മറ്റേതിന്, അതിനേക്കാൾ 100 രൂപ കൂടുതലായിരിക്കും ബോൺലെസ്സിന്. അങ്ങനെ അപ്പോൾ അത് വെച്ച് നോക്കുമ്പം 1 കിലോ ബോൺലെസ്സിന് എത്ര 320 വേണ്ട. അപ്പോൾ അത് വെച്ചാൽ 1 കിലോ ബോൺലെസ് ഉണ്ടെങ്കിൽ ഈ പിള്ളേർക്കാണെങ്കിലും ഇഷ്ടം പോലെ കഴിക്കാം. നമുക്കുണ്ട് 2 ദിവസത്തേക്കിന്. ജിയോ മാർട്ടിൽ നിന്ന് കുറച്ച് സാധനം ഓർഡർ ചെയ്തായിരുന്നു. ഇവിടെ ഈ ചിപ്സ് റീച്ചാൻ ചോറ് കഴിക്കുകയാണെങ്കിൽ റീച്ചാൻ അതിൻ്റെ കൂടെയും ഈ ചിപ്സ് വേണം. പിന്നെ ചിപ്സ്, ടൊമാറ്റോ സോസ്, ഏത്തക്കയും വാങ്ങിച്ചു, അല്ലാത്ത നോർമൽ പഴവും വാങ്ങിച്ചു. അപ്പോൾ ഈ നോർമൽ പഴം കണ്ടാൽ ഒരു കേടും ഇല്ല, നല്ല സുന്ദരിയായിട്ടിരിക്കുമായിരുന്നു. അപ്പം നമ്മളിപ്പം ആരും ശ്രദ്ധിക്കാതെ കഴിക്കുകയാണെങ്കിൽ ആർക്കും മനസ്സിലാവത്തില്ല. പക്ഷേ പ്രൈസം കഴിക്കാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനൊന്ന് മുറിച്ച്, ഇവരൊക്കെ ഭയങ്കര സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയിട്ടേ കഴിക്കത്തുള്ളൂ. മുറിച്ച ഉടനെ അകമുണ്ടല്ലേ ഇത്തിരി ബ്ലാക്ക് കളർ പോലെ. ആദ്യം 1 എടുത്ത്, 2 എടുത്ത്, 3 എടുത്ത്, 4 എടുത്ത്. ഞാനങ്ങനെ വൈകിട്ട് റീച്ചാൻ വന്നപ്പോഴാണ് റീച്ചാനടുത്ത് റീച്ചാൻ പറഞ്ഞു എന്ത് മണ്ടത്തരോ നിങ്ങൾ കാണിച്ചേ, അതെന്നാ വീഡിയോ എടുത്ത് കാണിക്കാൻ എന്താ, അവർക്ക് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അവർ ഒന്നേ റീപ്ലേസ് ചെയ്യുമെന്ന്. പക്ഷേ എനിക്ക് അന്നേരം ആ ബുദ്ധി പോയില്ല. അല്ലെങ്കിൽ ഞാൻ വേണ്ടാത്തതെല്ലാം വീഡിയോ എടുക്കുകയും വെയിറ്റ് നോക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഇത് 3-4 എണ്ണം എടുത്ത് കളഞ്ഞിട്ട് പുറമേ ഒരു കുഴപ്പമില്ല. പുറമേ നല്ല സൂപ്പർ, ഒരു കേടാവട്ടെ, തൊലി ഒരു ഡാർക്ക് കളറാവട്ടെ, ഒന്നുമില്ല. പക്ഷേ അകം പഴം നമ്മൾ മുറിക്കുന്നു. അപ്പം മുറിക്കാതെ ഒരാൾ ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് അങ്ങോട്ട് നോക്കാതെ കടിക്കുവാണെങ്കിൽ അവർക്ക് മനസ്സിലാകത്തില്ല. അത് മുറിച്ചത് കൊണ്ടാണ് നമുക്കത് മനസ്സിലായത്. അപ്പം ഞാൻ മീനൊക്കെ പറക്കിയിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് ലാസ്റ്റിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടെടുക്കാം. അപ്പം നാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുളക് പൊടി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. അതിപ്പോൾ അയച്ചിട്ട് 10 ദിവസമായി. അപ്പം താഴേന്ന് വാച്ച്മാൻ റീച്ചാൻ വിളിച്ചിങ്ങനെ സാധനം വരുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയത്. ഞാനങ്ങനെ അവിടെ നിന്ന് വീഡിയോ ഇങ്ങനെ എടുക്കുക എന്നറിഞ്ഞൂടെ അയാൾ മാറി മുഖം തിരിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ബെൻസിയുടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് സാധനങ്ങൾ. അപ്പം അന്ന് മഴയുള്ള സമയമായിരുന്നു. അപ്പം കുടകളെല്ലാം അവിടെ വരാന്തയിൽ ഇങ്ങനെ നൂത്ത് വെച്ചേക്കുക. ഉടുപ്പെടുത്തിട്ടിട്ട് ഞാൻ ഉടുപ്പിടാൻ പറഞ്ഞിട്ട് ബേക്കറികളൊന്നുമില്ല. കാരണം എപ്പോഴാണ് കിട്ടുന്നതെന്നൊന്നും അറിയത്തില്ലല്ലേ. പോസ്റ്റ് വഴി ആകുമ്പം കുറേ ചിലപ്പം പെട്ടെന്ന് കിട്ടും, ചിലപ്പോൾ ലേറ്റായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഒത്തിരി നാളായൊക്കെ പന്നലായി പോകുമല്ലേ. ഇത് തന്നെ 10 ദിവസമായെന്ന് തോന്നുന്നു അവൾ അയച്ചിട്ട്. കാരണം നാട്ടിൽ ഇടയ്ക്കൊക്കെ അവധിയല്ലായിരുന്നു. അതേ വെക്കണ്ട. ഒരു പാർസൽ വന്നിട്ടുണ്ട്. നാട്ടിൽ നിന്ന് മമ്മി വാങ്ങിച്ചിട്ടുണ്ട്. ബെഞ്ച് മമ്മിയുടെ കൈ കൊടുക്കാം. ബെഞ്ച് മമ്മി തന്നെ വിട്ടിട്ടുണ്ട്.
അവളും വന്നെന്ന് ഞാൻ പറഞ്ഞപ്പോഴേ അവൾ പറഞ്ഞു എടീ ഒന്ന് നോക്കണേ എന്തൊക്കെ പൊട്ടി എങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ എടുത്തങ്ങ് എറിയൊക്കെ അല്ലേ. നമ്മളിപ്പോൾ ഒരു അച്ചാർ നമ്മളിപ്പോൾ അയക്കുവാണെങ്കിൽ നമുക്ക് അത് കിട്ടുന്നിടം വരെ അവരുടെ കയ്യിൽ നിന്ന് മറുപടി വരുന്നിടം വരെ ടെൻഷനാണ്. അത് പൊട്ടിയോ എങ്ങനെയാണെന്നുള്ള എത്ര സൂക്ഷിച്ചാൽ നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നതെന്നറിയാമോ. ഇത് ചോളം, പിന്നെ ഇതെന്തുവായിരുന്നു? ഹൽവാപ്പൊടി. അലുവാപ്പൊടിയല്ല, ഇത് അവള് ജാഗരി പൗഡർ. ഇത് പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, കായപ്പൊടി, പിന്നെ 2 ലുങ്കിയും ഓർഡർ ചെയ്തായിരുന്നു. തിന്നാനായിട്ടൊന്നും ഞാൻ വെക്കണ്ടെന്ന് പറഞ്ഞ് വെട്ട് കേൾക്കും. കാരണം എത്ര ദിവസം എടുക്കുമെന്ന് അറിയത്തില്ലല്ലോ ഇങ്ങെത്താൻ. പോസ്റ്റ് വഴിയായിരുന്നു. ഇത് തന്നെ ഇപ്പോൾ അവധികളല്ലായിരുന്നോ ഇതിൻ്റെയൊക്കെ. ഇവിടെ അവധി ഉണ്ടായിരുന്നു, അവിടെ അവധി ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്കിത് ഭയങ്കര ഇഷ്ടമായി. മധുരമാണ് ഇതിൻ്റെ അകത്ത് പല സൈസ്. എവിടോ ഒരു ഇച്ചിരി പൊട്ടി അതങ്ങനെ ആയത്, നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ ഇവിടുന്ന് LGയുടെ പൊടിയായിരുന്നു വാങ്ങിക്കുന്നത്. അതിനേക്കാൾ അവൾക്ക് ആൾക്കാർക്ക് ഉപയോഗിച്ചിട്ട് ഒത്തിരി നല്ല റിവ്യൂ പറഞ്ഞായിരുന്നു നീ കായപ്പൊടിയൊക്കെ നല്ലതാണ്. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ അവിടെ നിന്ന് അങ്ങ് വാങ്ങിക്കാമെന്ന്. ഇത് വാങ്ങിക്കുമ്പം മഞ്ഞപ്പൊടിയാണെങ്കിലും എല്ലാവരും മഞ്ഞപ്പൊടിയൊക്കെ അവരവിടെ പൊടിപ്പിക്കുന്ന അടുത്തുനിന്ന് വാങ്ങിക്കുന്നതല്ലേ. അപ്പോൾ ഇവിടെയും നമ്മളിപ്പോൾ പോസ്റ്റ് വഴിയാണെങ്കിൽ ഈ കൊറിയർ അയക്കുന്നതിനേക്കാൾ വില കുറവാണ്. കിലോ കൂടുന്നതനുസരിച്ച് വില കുറയും, എങ്ങനെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഇച്ചിരി പനങ്കൽക്കണ്ടം വാങ്ങിച്ച് ഈ ചുമ വരുമ്പോഴും ചിലർ ഈ പനങ്കൽക്കണ്ടം ഇട്ട് ചായ ഇടും. പണ്ടൊക്കെ ഇപ്പോഴും ഞാൻ നാട്ടിൽ പോയപ്പോഴും അവിടുത്തെ കൊച്ചുങ്ങൾക്ക് എല്ലാത്തിനും പനങ്കൽക്കണ്ടം ഉപയോഗിക്കുന്നത്. പാല് കാച്ചുവാണെങ്കിലും എല്ലാത്തിനും പനങ്കൽക്കണ്ടം കൊടുക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വായിലും ഇട്ടാൽ നല്ലതാണല്ലേ. അപ്പോൾ ഞാൻ മിക്സ് മുളക് പൊടിയും കാശ്മീരിയുമാണ് വാങ്ങിച്ചത്. ഞാൻ ഇവിടെ നിന്നായിരുന്നു മുളക് പൊടി പൊടിക്കുന്നിടത്തുനിന്നായിരുന്നു വാങ്ങിക്കുന്നത്. അപ്പം ഒരിടയ്ക്ക് എനിക്ക് ഇത്തിരി അബദ്ധം പറ്റി. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചിന്തിച്ചെന്നാൽ ഇനി ഇവിടുന്ന് അങ്ങ് വാങ്ങിക്കാമെന്ന്. ഇവിടെ ആണെങ്കിൽ വേറൊരിടത്ത് അങ്ങനെ ഇവർ ഈ പൊടിക്കുന്നതാണെങ്കിലും അത് മില്ലല്ല, പൊടിക്കുന്നിടത്തുനിന്ന് എടുത്ത് വെക്കുവാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നമ്മളിപ്പം പൊടിക്കുന്നിടത്തുനിന്ന് പറയുവാണെങ്കിൽ വെൻസി കൊടുക്കുന്നതിനേക്കാൾ നല്ല റേറ്റാണ് അവർ വാങ്ങിക്കുന്നത്. അതിനേക്കാൾ വില കൂടുതലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒതുക്കി വെച്ചിട്ട് പിന്നെ വൈകിട്ട് രാത്രി ഈ ഗ്യാസിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ മൊത്തം ഇങ്ങനെ ഓരോന്നൊക്കെ വീണ് കളറായിട്ടിരിക്കുമായിരുന്നു. അപ്പം ഞാനെന്ത് തോന്നുന്നു എങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യുമെന്നും പറഞ്ഞിരുന്ന് കണ്ടോ ഞാൻ ഇച്ചിരി ബേക്കിംഗ് സോഡയും പൗഡറൂടെ നമ്മുടെ ലിക്വിഡൂടെ ഇട്ടതാണ്. നന്നായിട്ട് ഇളങ്ങിപ്പോവും. ആ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഇങ്ങനെ ബ്രഷും കൊണ്ടൊന്ന് തേച്ചാൽ മതി, നല്ലതായിട്ട് പോയി. എന്നിട്ട് ഈ കമ്പിക്കാത്തയും കൊണ്ട് ഞാൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പോയി. അപ്പോൾ സ്റ്റാൻഡ് അല്ലായിരുന്നു, മൊബൈൽ കയ്യിലായിരുന്നു. അതുകൊണ്ടാണ് ഫുൾ എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്ന ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.